നിയമസഭയിൽ ജലപീരങ്കിയിലെ വെള്ളത്തിന്റെ സാമ്പിളുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എഐവൈഎഫ്, എഐഎസ്എഫ് മാർച്ചിന് നേരെ പ്രയോഗിച്ച ജലപീരങ്കിയിലെ വെള്ളം കുപ്പിയിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ വന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകാൻ സാധ്യതയുള്ള മലിനജലമാണ് ജലപീരങ്കിയിൽ പ്രയോഗിച്ചതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. PM ശ്രീ പദ്ധതിക്കെതിരായ നിയമസഭാ മാർച്ചിൽ KN രാജൻ MLA അടക്കമുള്ളവർ പങ്കെടുത്തു. ജലപീരങ്കിയിലെ വെള്ളത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പ്രതിഷേധവും അരങ്ങേറി. അമീബിക് മസ്തിഷ്ക ജ്വരം പകർത്താൻ സാധ്യതയുള്ള അത്യന്തം അപകടകരമായ മലിനജലമാണ് സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചതെന്ന് പിണറായി സഭയിൽ ആരോപിച്ചു. കേരളം ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. സാധാരണ ഉപയോഗിക്കുന്ന രീതിയല്ല ഇത്. ഗൗരവമായി സർക്കാർ ഇക്കാര്യം കാണണമെന്നും ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ആഭ്യന്തരമന്ത്രി സഭയിൽ മറുപടി പറയുകയും ചെയ്തു. ജലപീരങ്കി പ്രയോഗം ഇതാദ്യമായല്ലെന്നും ഇതിലെന്തെങ്കിലും പഴയകാലത്തെ അഴുക്കാണോ എന്ന് അറിയില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞു. വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ജലപീരങ്കിയിൽ നിറയ്ക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. എങ്കിലും വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി സാമ്പിൾ ലാബിലേക്ക് അയക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ലാബ് പരിശോധനാ ഫലം വന്നതിന് ശേഷം വിഷയം കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കറും വ്യക്തമാക്കി. തിങ്കളാഴ്ച ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് സമീപം പ്രതിഷേധത്തിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആദ്യം കട്ടച്ചെളിയും പിന്നീട് മഞ്ഞ നിറത്തിലുമുള്ള കലക്കവെള്ളവുമാണ് ടാങ്കിൽ നിന്ന് ചീറ്റിയതെന്ന് പ്രതിഷേധക്കാർ പരാതിപ്പെട്ടിരുന്നു. സെപ്റ്റിക് ടാങ്കിലെ വെള്ളമാണോ പോലീസ് കൊണ്ടുവന്നതെന്ന് സംശയമുണ്ടെന്നും പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർക്ക് ശരീരമാകെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടതായും നേതാക്കൾ പറഞ്ഞു. ടാങ്കിൽ കാലങ്ങളായുള്ള തുരുമ്പ് കലർന്നതാണ് വെള്ളം നിറം മാറാൻ കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും മലിനജലം പ്രയോഗിച്ചത് അതീവ ഗൗരവകരമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെടുകയായിരുന്നു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത K രാജൻ മലിനജലത്തിന്റെ ഉപയോഗം മൂലം പെൺകുട്ടികളുടെ വസ്ത്രത്തിന്റെ നിറം പോലും മാറിയെന്നും ജലപീരങ്കിയെയും വെടിവെപ്പിനെയും ഭയക്കുന്നില്ലെന്നും സഭയിൽ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. മനഃപൂർവ്വം മലിനജലം ഉപയോഗിച്ചിട്ടില്ലെന്നും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ശേഖരിച്ച വെള്ളമാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പഴയ ടാങ്കറുകളിൽ നിന്ന് എടുത്ത വെള്ളമാകാം ഇങ്ങനെ തോന്നാൻ കാരണം. സംഭവം ഗൗരവമായി കാണുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളം ലാബിൽ അയച്ച് പരിശോധിക്കും, മന്ത്രി പറഞ്ഞു. സംഭവം ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ലാബ് പരിശോധനാ ഫലം വന്ന ശേഷം വിഷയം കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. താനും ജലപീരങ്കി പ്രയോഗം നേരിട്ടിട്ടുണ്ടെന്നും സ്പീക്കർ സഭയിൽ പരാമർശിച്ചു.